മിശിഹായില് ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ഗുരുഭൂതരെ, കുഞ്ഞുമക്കളെ, ഇന്ന് ജൂൺ 30, തിരുഹൃദയ മാസത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം. സഭാമാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് വന്നിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങളാണ്. അതിൽ 14-ാം അധ്യായം 15-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കും. ഈ വചനം നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ കോറിയിടേണ്ട ഒരു വചനമാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കും. സ്നേഹമാണ് മാനദണ്ഡം. സ്നേഹിക്കുമെങ്കിൽ കൽപ്പന പാലിക്കാൻ പിന്നെ എളുപ്പമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. 10ാം ക്ലാസ് മാർക്ക് ലിസ്റ്റ് വന്നിരിക്കുന്ന സമയമാണ്. കാറ്റീസം പഠിപ്പിച്ചൊരു കുട്ടി എന്നെ വിളിച്ചിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മാത്സിനാട്ടോ, പ്രാർത്ഥിച്ചതിന് നന്ദി എന്ന് പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, നീ അന്ന് വിളിച്ചപ്പോ മാത്സിന് ഏറ്റവും കൂടുതൽ മാർക്ക് കുറവായിരിക്കും, മാത്സ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് എന്നുള്ള അന്ന് എന്നോട് പറഞ്ഞത്, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ബ്രദറെ, 9ാം ക്ലാസ് വരെ മാത്സ് പഠിപ്പിച്ച ടീച്ചറിന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്സ് എനിക്ക് വളരെ പാടായിരുന്നു. പക്ഷെ 10ലേക്ക് കയറിയപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചറാണ് എന്നെ മാത്സ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മാത്സ് എനിക്ക് വളരെ പിന്നെ എളുപ്പമായിരുന്നു. ഞാൻ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്നന്ന് ചെയ്യായിരുന്നു. കാരണം ആ ടീച്ചർ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മാത്സിന് കിട്ടിയെന്ന് അവൾ പറഞ്ഞു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് നമ്മൾ നന്നായിട്ട് കേൾക്കും, നമ്മൾ പരിശ്രമിക്കും, നമ്മൾ ആ ജീവിതത്തിൽ നടത്താനായിട്ട് ശ്രമിക്കും. കുരിശിന്റെ വഴിയിലെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ലല്ലോ. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. സ്നേഹം നമ്മുടെ തടസ്സങ്ങളൊക്കെ ഇല്ലാതെയാക്കും. അതാണ് ഈശോ നമ്മളോട് ഇന്ന് പറയുന്നത്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇനി എങ്ങനെ സ്നേഹിക്കണമെന്നാണ് അടുത്ത ചോദ്യം. നമുക്കെല്ലാവർക്കും 2 തരത്തിൽ മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ബുദ്ധി കൊണ്ടും, രണ്ടാമതായിട്ട് ഹൃദയം കൊണ്ടും. നമ്മൾ പലപ്പോഴും മനുഷ്യരെ സ്നേഹിക്കുന്നത് ബുദ്ധി കൊണ്ടാണ്. ഒരു ഉദാഹരണം പറയുവാണെന്നുണ്ടെങ്കിൽ, പഴയൊരു കൂട്ടുകാരൻ, ആ ചങ്ങാതി, അവൻ അടുത്തിടയ്ക്ക് വിളിച്ചിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, അവൻ്റെ അനിയത്തിക്കുട്ടി 10ാം ക്ലാസ് പാസ്സായിട്ടിരിക്കുവാണ്. പലപ്പോഴും അവൻ വികാരേശന്റെ കൂടെ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവൻ വിചാരിച്ചു ഞാനും വികാരേശനും വളരെ കൂട്ടായിരിക്കും. അപ്പൊ അവിടുത്തെ സ്കൂളിൽ ബ്രദർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടിയായിരിക്കും +1 എന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ ഈ അടുത്തിടയ്ക്ക് അവന് ഒത്തിരി എന്നെ വിളിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് അവസാനം ചോദിച്ചു, ബ്രദറെ, എനിക്ക് അനിയത്തിക്ക് വേണ്ടി സംസാരിക്കാമെന്ന് ചോദിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവൻ വിളിക്കാറുമില്ല, അന്വേഷണം നടത്താറുമില്ല. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഇതാണ് ബുദ്ധി കൊണ്ട് സ്നേഹിക്കാന്ന് വെച്ചാൽ. നമുക്ക് ആവശ്യം വരുമ്പോ നമുക്ക് ആവശ്യമുള്ളവരെ നമ്മൾ സ്നേഹിക്കും. കാര്യം കഴിയുമ്പോ പിന്നെ അവിടെ സ്നേഹവുമില്ല, കാര്യങ്ങളൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ സ്നേഹം ഈ ബുദ്ധി കൊണ്ട് സ്നേഹിക്കുന്നത് പോലെയാണ്. മറിച്ച് നമ്മൾ സ്നേഹിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കൊരു അനിയനോ അനിയത്തി ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ കഴിക്കാനായിട്ട് ഒരു ഡയറി മിൽക്ക് വാങ്ങി എൻ്റെ മേശപ്പുറത്ത് വെച്ചു എന്ന് വിചാരിക്കുക. രാവിലെ വെച്ചത് ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ മേശപ്പുറത്ത് ഡയറി മിൽക്ക് കാണുന്നില്ല. എനിക്ക് കാര്യം മനസ്സിലായി. അനിയനോ അല്ലെങ്കിൽ അനിയത്തിയായിരിക്കും മിഠായി എടുത്തിരിക്കുക. എങ്കിൽ ഞാൻ പിറ്റേ ദിവസം അവിടെ മിഠായി വാങ്ങി വെക്കും. കാരണം അതെൻ്റെ അനിയത്തിയാണ് അല്ലെങ്കിൽ അതെൻ്റെ അനിയനാണ്. അവരെനിക്ക് വളരെ ഇഷ്ടമാണ്. അവരെന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കും. ഇതാണ് ഹൃദയം കൊണ്ട് സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. രണ്ടും വളരെ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യണത് ബുദ്ധി കൊണ്ട് സ്നേഹിക്കുകയാണ്. നമ്മൾ എന്തിലേക്കാവണം? നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാവണം. ഈ മാസം തിരുഹൃദയ മാസമാണെന്ന് നമുക്കറിയാം. ഈ അവസാന ദിവസത്തിൽ നമ്മൾ ഇത്രയും നാൾ ബുദ്ധി കൊണ്ടാണ് നമ്മൾ സ്നേഹിച്ചിരുന്നെങ്കിൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ചെറിയൊരു ഹോംവർക്ക് നമുക്ക് ചെയ്യാം. അത് ഇത്രയേ ഉള്ളൂ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ.
പൗലോസ്ലീഹ സ്നേഹത്തെക്കുറിച്ച് വാചാലനാകുന്ന വചനമാണ്. അതുകൊണ്ട് അത് ഒരു പ്രാവശ്യം വായിച്ച് സ്നേഹത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അതിലെ ചില വാക്കുകൾ ഇങ്ങനെയാണ്: സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതുമാണ്, സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. ഇങ്ങനെ ഒത്തിരിയായ വിശേഷണങ്ങൾ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ തീരുമ്പോ ഓടിച്ചെന്ന് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം, പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. ഒറ്റൊരു കാര്യം, എല്ലാവരെയും സ്നേഹിക്കുക, ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ട്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.